വെൽക്കം ടു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. നമ്മൾ സെൻട്രോയിഡ് ആണ് കഴിഞ്ഞ പോസ്റ്റിങ്ങിൽ കണ്ടത്. അതിൽ നിന്ന് എന്നിട്ട് പ്രോബ്ലം ഒന്ന് ചെയ്യാം. ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ഷെയ്ഡഡ് ഏരിയ. ഇവിടെ ഇപ്പോൾ 4 സ്ക്വയർ തന്നിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ സൈഡ് a/2 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 അല്ല a/2 ആണ്. അബൌട്ട് ദിസ് ആക്സസ് സിസ്റ്റം OX OY. ആദ്യം ലാർജർ സ്ക്വയർ അങ്ങ് എടുക്കണം. അതിൻ്റെ ഏരിയ A1, ഇതിൻ്റെ സൈഡ് അപ്പോൾ a/2 + a/2 a എന്ന് വരും. a അപ്പോൾ A1 = a². x1 ബാർ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ, അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് വരും. ആക്സിസ് ഓഫ് സിമെട്രി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ x1 ബാർ എന്ന് പറഞ്ഞാൽ ഈ ദൂരം, y1 ബാർ എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. ഇതിൻ്റെ C1. അപ്പോൾ x1 ബാർ ഈസ് a/2, y1 ബാർ ഈസ് ഓൾസോ a/2. അപ്പോൾ x1 ബാർ = a/2, y1 ബാർ = a/2. ഇനി ഈ ഷെയ്ഡ് ചെയ്യാത്ത സ്ക്വയർ എടുക്കണം. ഇതിൻ്റെ ഏരിയ A2 = a/2 സ്ക്വയർ. ഒരു സൈഡ് a/2 അല്ലേ, a/2 സ്ക്വയർ അല്ലെ a²/4. ഇതിൻ്റെ x2 ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതിൻ്റെ മിഡില ഇതിൻ്റെ സെൻട്രോയിഡ് ഇവിടം വരെ a/2 + a/2 ഹാഫ് a/4, a/2 + a/4 3/4a. y1 ബാറും അത് തന്നെ, y2 ബാർ a/2 + a/4. അപ്പോൾ y1 ബാർ x1 ബാർ x2 ബാർ a2 is a²/4, x2 ബാർ is a/2 + a/4 or 3/4a, y2 ബാർ is also 3/4a. എങ്കിൽ സെൻട്രോയിഡ് ഓഫ് ദി ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്യാത്ത ഏരിയയുടെ ടേംസ് മൈനസ് അങ്ങ് കൊടുക്കുക. അപ്പോൾ A1 x1 ബാർ - A2 x2 ബാർ /A1 - A2. ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ടേംസ് മുകളിലും താഴെയും മൈനസ് കൊടുക്കണം. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു ഗെറ്റ് ഇറ്റ് ആസ് 5/12a. x ബാറും y ബാറും 5/12a എന്ന് തന്നെ ഇവിടെ വരും. അനദർ വൺ ഇതാണ്. ഇവിടെ ഷെയ്ഡഡ് ഏരിയയുടെ സെൻട്രോയിഡ് കാണാനാണ്. ഇത് A, ഇത് A. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്വാർട്ടർ സർക്കിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്വയർ അങ്ങ് എടുക്കാം. സ്ക്വയർ അതിൻ്റെ ഏരിയ A1 = a². x1 ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻട്രോയിഡ് ഈ ആക്സിസിൽ നിന്നും 4r/3π, ഈ ആക്സിസിൽ നിന്നും 4r/3π അകലത്തിലാണ്. ഈ ആക്സിസ് ഓഫ് സിമെട്രി ഇങ്ങനെ വരും നടുക്കൂടെ, അതല്ല സെൻട്രോയിഡ്. അതിൽ ഈ ദൂരം 4r/3π, ഈ ദൂരം 4r/3. നമ്മൾ പടം തിരിച്ചു വെച്ചാൽ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതി. ഇത് x ആക്സിസ് ആയിട്ടും ഇത് y ആക്സിസ് ആയിട്ടും എടുത്തിട്ട് ആണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതിയത്. ഇവിടുത്തെ x ബാർ എന്ന് പറയുന്നത് ഈ അകലമാണ്. അതായത് a - 4r/3π. അതാണ് ഇവിടുത്തെ y ബാറും അത് തന്നെ. അപ്പോൾ x1 ബാർ സ്ക്വയറിൻ്റെ അല്ല ക്വാർട്ടർ സർക്കിളിൻ്റെ സ്ക്വയറിൻ്റെ എടുത്തല്ലല്ല, ഏരിയ എടുത്തു. x1 ബാർ y1 ബാർ a/2. സ്ക്വയറിൻ്റെ A1 a², അതിൻ്റെ x ബാർ ഇതിൻ്റെ മിഡിൽ വരുമല്ലോ. സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ഡയഗണൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മിഡ് പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ x1 ബാർ എന്ന് പറഞ്ഞാൽ a/2, y1 ബാർ എന്ന് പറയുന്നത് a/2. ഇനി ക്വാർട്ടർ സർക്കിൾ എടുക്കുക. ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്ന ഈ അകലവും y കോർഡിനേറ്റ് എന്ന് പറയുന്ന ഈ അകലവുമായിട്ടാണ് സ്റ്റാൻഡേർഡ് ഫോർമുലയിൽ എടുത്തത്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇതാണ് x2 ബാർ. ഇതെന്ന് പറയുന്നത് a - 4r/3π.
ഇതിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോഴല്ലേ ഇത് കിട്ടുക. ഇതാണ് ഇവിടുത്തെ എക്സ് ബാർ, ഈ ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ. അപ്പോൾ x2 അതിൻ്റെ ഏരിയ πr²/4 പൈ ഇൻറ്റു ആർ ഈസ് എ. അപ്പോൾ πa²/4 ആണ് A2. x2 ബാറും y2 ബാറും a മൈനസ് 4r/3π. r ഇവിടെ a, അപ്പോൾ 4a/3π കിട്ടി. ഇനി എക്സ് ബാർ ഷെയ്ഡഡ് ഏരിയയുടെ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ടേം, അതിൽ നിന്ന് ഇതിൻ്റെ ടേംസ് ഈ ഷെയ്ഡ് ചെയ്യാത്ത ഏരിയയുടെ ഭാഗം കുറയ്ക്കുക. അപ്പോൾ എക്സ് ബാർ ഈക്വൽസ് ഷെയ്ഡഡ് ഏരിയയുടെ സെൻട്രോയിഡിൻ്റെ എക്സ് ബാർ ഈക്വൽസ് a1x1 ബാർ മൈനസ് a2x2 ബാർ ഡിവൈഡഡ് ബൈ a1 മൈനസ് a2. ഇതെല്ലാം കൂടി ഇട്ട് സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.225 എന്ന് വരും എക്സ് ബാറും വൈ ബാറും. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ഇതാ, ഈ ഷെയ്ഡഡ് ഏരിയയുടെ സെൻട്രോയിഡ് കാണാനാണ്. ഇവിടെ ഇപ്പോൾ ആക്സിസ് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഈ ഫിഗർ ഇങ്ങനെ മാറ്റി വരയ്ക്കാം. നമുക്ക് ഇതിങ്ങനെ ആക്സിസ് ആയിട്ട് എടുക്കാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇത് 80, ഇത് 80. ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ ഡയമീറ്റർ 40 വരും. ആദ്യം നമുക്ക് ഈ അപ്പർ റെക്റ്റാങ്കിൾ എടുക്കാം. ഈ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏത്, അതിൻ്റെ ഏരിയ A1 ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, ഹാഫ് ഇൻറ്റു 80 ഇൻറ്റു 80, ദറ്റ് ഈസ് 3200 millimeter സ്ക്വയർ. ഇതിൻ്റെ x1 ബാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, C1. ഇത് x1 ബാർ. അപ്പോൾ ഇത് ബേസായിട്ട് എടുക്കണം. ഇത് അപ്പോൾ ഇത് അപ്പെക്സ് ആണ് വൈ ആക്സിസ് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള ദൂരമാണിപ്പോൾ ഇതിൻ്റെ എക്സ് സെൻട്രോയിഡിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ x1 ബാർ എന്ന് പറയുന്നത് ഈ അകലമാണ്. ഈ അകലം എന്ന് പറഞ്ഞാൽ ഈ വെർട്ടക്സിൽ നിന്നുള്ള അപ്പോൾ ഇത് ബേസായിട്ട് എടുക്കണം, ഇത് വെർട്ടക്സ് ആയിട്ട് എടുക്കണം. വെർട്ടക്സിൽ നിന്നാണെങ്കിൽ സെൻട്രോയിഡിലേക്കുള്ള അകലം 2/3h. ഇത് h ഇപ്പോൾ. അപ്പോൾ x1 ബാർ ഈസ് 2/3 ഇൻറ്റു AB. ഇറ്റ് ഈസ് 2/3 ഇൻറ്റു 80. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഇനി ഇതിൻ്റെ y1 ബാർ എന്ന് പറഞ്ഞാൽ ഇത് ബേസായിട്ട് എടുക്കുന്നു. ഇത് ബേസായിട്ട് എടുത്താൽ ഇവിടുന്ന് h/3. ഇത് ബേസായിട്ട് ഇപ്പോൾ എടുക്കണം. വൈ കോർഡിനേറ്റ് ഇതല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ നിന്നുള്ള ഹൈറ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല അറിയത്തുള്ളൂ. അത് ഇത് h ആയിട്ട് എടുക്കുക. അപ്പോൾ 80/3 ആണ് ഈ അകലം. പക്ഷേ നമ്മുടെ വൈ ബാർ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിൽ നിന്ന് ഇവിടം വരെ ഉള്ള ദൂരം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടണം. ദറ്റ് ഈസ് ദിസ് ഈസ് 40, 80 ആൻഡ് ഇത് 40. അപ്പോൾ 40 പ്ലസ് 80/3. 40, ഇത് 40 അല്ലേ, ഇത് മൊത്തം 80. ഇത് ഡയമീറ്ററാണ് സെമി സർക്കിളിൻ്റെ. അപ്പോൾ ഇത് സെമി സർക്കിളിൻ്റെ റേഡിയസാണ് 40 വരും. 40 പ്ലസ് 80/3. ഇത് 80/3. ഇത് ഇത് ആൻസർ അപ്പോൾ തെറ്റും. 40 പ്ലസ് 80/3. അപ്പോൾ ആൻസർ നോക്കണ്ട. ആൻസർ ഇപ്പോൾ ഇത് 40 ആണ്. 40 പ്ലസ് 80/3, ദറ്റ് ഈസ് ദി x1 y1 ബാർ. x1 ബാർ ഈസ് 2/3 80. ഇനി നമുക്ക് ഈ സെമി സർക്കിൾ എടുക്കണം. സെമി സർക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ ഏരിയ A2 ഈസ് πr²/2. പൈ ഇൻറ്റു 40². 40 അതിൻ്റെ റേഡിയസ് 40²/2, ദറ്റ് ഈസ് 2512. ഇതിൻ്റെ x2 ബാർ എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ ആക്സിസ് ഓഫ് സിമെട്രി ഇതാ. ഈ ലൈനിലാണ് വരേണ്ടത്
സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡ് സ്റ്റാൻഡേർഡ് ഫോർമുല ഈ ഡയമീറ്ററിൽ നിന്നുള്ള പൊക്കമായിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല കണ്ടത്. 4r/3h, ക്വാർട്ടർ സർക്കിളിൻ്റെ കൊണ്ട് തന്നെയാണ് 4r/3h. അപ്പോൾ 4 × 40/3π. അത് ഇവിടെ നിന്നും സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡിലൊക്കെ ലഗാം. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ അകലമാണ്, ദറ്റ് ഈസ് 40. അപ്പോൾ x2 ബാർ ഈസ് 40. AB/2 ഈ ലൈനിൽ ഈ ലൈനിലാണല്ലോ ഇത് വരേണ്ടത്, ഈ സെൻട്രോയിഡ്. അപ്പോൾ ഇവിടുന്ന് ഈ വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സെൻട്രോയിഡ് ആ ലൈനിലേക്കുള്ള എവിടെ നിന്നുള്ള ദൂരം ആയിരുന്നാലും 40 വരേണ്ടത്, 40 വരും. y1 ബാർ എന്ന് പറഞ്ഞാൽ ദിസ് 40 മൈനസ് 4r/3π. അപ്പോൾ 40 മൈനസ് 4 × 40/3π. കാരണം ഇതാണ് 4r/3π. ഈ എ ബിയിൽ നിന്നും സെൻട്രോയിഡിലേക്കുള്ള ദൂരമാണ് 4r/3π. പക്ഷേ ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള പൊക്കമാണ്, അതായത് 40 മൈനസ് 4r/3π. അപ്പോൾ ആൻസർ ഇവിടെ ഞാൻ നോക്കിക്കോണം, ഈ വാല്യൂ സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ സർക്കുലർ ഹോളിൻ്റെ കാണാം. സർക്കുലർ ഹോളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒത്ത സെൻറ്റർ തന്നെയാണ്. അപ്പോൾ എക്സ് ബാർ ഈസ് 40, ഈ അകലം 40ആണ്. വൈ ബാർ ഈസ് ഓൾസോ 40. ഏരിയ എന്ന് പറഞ്ഞാൽ πr². ഇതിൻ്റെ റേഡിയസ് ഡയമീറ്റർ 40, റേഡിയസ് അപ്പോൾ 20 π × 20². സോ A3 is π × 20². x3 bar is 40, y3 bar is also 40. എങ്കിൽ ഷെയ്ഡഡ് ഫിഗറിൻ്റെ കോർഡിനേറ്റ്സ് കാണുമ്പോൾ ഹോളിൻ്റെ ടേംസ് എല്ലാം മൈനസ് ഇടുക, ബാക്കിയെല്ലാം പ്ലസ്. അപ്പോൾ A1 x1 ബാർ പ്ലസ് A2 x2 ബാർ മൈനസ് A3 x3 ബാർ ബൈ A1 പ്ലസ് A2 മൈനസ് A3. ഇതുപോലെ y ബാർ ഈക്വൽസ് A1 y1 ബാർ പ്ലസ് A2 y2 ബാർ മൈനസ് A3 y3 ബാർ ബൈ A1 പ്ലസ് A2 മൈനസ് A3. കട്ട് ചെയ്ത് കളഞ്ഞ പോർഷൻ്റെ നമ്മൾ കുറയ്ക്കണം, അല്ലെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ ടേംസിന് മൈനസ് കൊടുക്കണം, മുകളിലും താഴെയും. ഇത് ഓർക്കുക, കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളുക. സ്റ്റാൻഡേർഡ് ഫോർമുല നേരിട്ട് ഉപയോഗിക്കില്ല, സ്റ്റാൻഡേർഡ് ഫോർമുലയിലും മോഡിഫൈ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ കണ്ട പോലെ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് കാണും, തിയറി എൻ്റെ കൂടെ പോകും. ഓക്കെ, താങ്ക് യു അലോട്ട്.